മുൻകേസിയ ക്രിക്കറ്റ് പരിശീലകനെതിരെ വീണ്ടും പോക്സോ കേസ്. മനു എമ്മിനെതിരെയാണ് 2 കേസുകൾ കൂടി കന്റോൺമെന്റ് പോലീസ് രജിസ്റ്റർ ചെയ്തത്. നിലവിൽ പരിശീലനത്തിനെത്തിയ പെൺകുട്ടിയെ ഉപദ്രവിക്കാൻ ശ്രമിച്ചതിന് മനു റിമാൻഡിലാണ്. ഹരിമോഹനുണ്ട് വിവരങ്ങളുമായി. ഹരി, എന്താണ് ഈ പുതിയ കേസ്? അനീഷ, കഴിഞ്ഞ ദിവസമാണ് മനു അമ്മിനെതിരെ തിരുവനന്തപുരം കന്റോൺമെന്റ് പോലീസ് കേസ് രജിസ്റ്റർ ചെയ്തത്. അതായത് അതും പോക്സോ കേസായിരുന്നു. 5ാം ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു കുട്ടി KCAയുടെ ഒരു കോച്ചിങ് സെന്ററിൽ എത്തുകയും, അതായത് ഗ്രൗണ്ടിൽ പരിശീലനത്തിനായി എത്തുകയും ആ കുട്ടിക്ക് പരിശീലനം നൽകുകയും ചെയ്തത് മനു ആയിരുന്നു. ഈ പരിശീലനത്തിനിടെയായിരുന്നു ഈ കുട്ടിയെ ലൈംഗികമായി ഉപദ്രവിക്കാൻ ശ്രമിച്ചത് എന്നുള്ള പരാതിയാണ് പോലീസിന് ലഭിച്ചത്. ആ പരാതിയെ തുടർന്നാണ് മനുവിനെ അറസ്റ്റ് ചെയ്യുകയും, ആദ്യം കേസിൽ പ്രതിയാക്കുകയും പിന്നീട് അറസ്റ്റ് ചെയ്യുകയും ചെയ്ത് അതിനെ തുടർന്ന് മനുവിനെ റിമാൻഡ് ചെയ്യുകയും ചെയ്തിരുന്നു മജിസ്ട്രേറ്റിന് മുന്നിൽ ഹാജരാക്കിക്കൊണ്ട്. ഇന്നിപ്പോൾ വീണ്ടും 2 കേസുകൾ കൂടി സമാനമായി തന്നെ മനുവിനെതിരെ രജിസ്റ്റർ ചെയ്തിരിക്കുന്നു. 2 പോക്സോ കേസുകളാണ്. അതായത് ക്രിക്കറ്റ് പരിശീലനത്തിനായി എത്തിയ 2 പ്രായപൂർത്തിയാകാത്ത പെൺകുട്ടികളെ ഉപദ്രവിച്ചു എന്നുള്ളതാണ് പരാതി. ആ പരാതിയുടെ അടിസ്ഥാനത്തിലാണ് കേസെടുത്തിരിക്കുന്നത്. മനുവിനെതിരെ കൃത്യമായ തെളിവുകൾ ലഭിച്ചു എന്നുള്ളതാണ് പോലീസ് പറയുന്നത്. ഇത് 2019-20 കാലഘട്ടത്തിൽ ഉണ്ടായിട്ടുള്ള കേസാണ്. ഇപ്പോൾ മനു റിമാൻഡിൽ കഴിയുന്നത് 2018 കേസിലാണ്. ഇത് കൂടാതെ 2022 അതുപോലെ തന്നെ കഴിഞ്ഞ വർഷവും സമാനമായിട്ടുള്ള സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ടെന്നും ഇത് സംബന്ധിച്ചിട്ടുള്ള അന്വേഷണങ്ങൾ നടന്നു വരികയാണെന്നുമാണ് പോലീസ് പറയുന്നത്. എന്തായാലും ഇത് സംബന്ധിച്ച് KCAയുടെ വിശദീകരണം എന്ന് പറയുന്നത് മനു 2 മാസം മുമ്പ് രാജിവെച്ചിരുന്നു എന്നുള്ളതാണ്.